ഹായ് ഇസ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടബ്ല്യൂ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് കോമൺ ഓൾവേസ് പോസിറ്റീവ്. ബായ്. ടൊവിനോ തോമസ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പള്ളിച്ചട്ടമ്പി. ഇപ്പോൾ പള്ളിച്ചട്ടമ്പിയുടെ ട്രെയിലർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം 4.9 ബില്യൺ വ്യൂസും കിടന്ന മലയാളം ട്രെയിലർ മാത്രം ട്രെൻഡിങ്ങിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് പള്ളിച്ചട്ടമ്പി. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചിത്രം ഏപ്രിൽ 10 റിലീസ് തീരുമാനിച്ചിരുന്നത്. പെട്ടെന്ന് പിന്നീട് റിലീസ് മാറ്റിയപ്പോൾ വിഷുദിനത്തിൽ ഏപ്രിൽ 15 റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ടൊവിനോ തോമസിനെ കൂടാതെ കൈത്, വിജയരാഘവൻ, അങ്ങനെ നീണ്ട TJ രവി, നീണ്ട താരനിരയാണ് ചിത്രത്തിൽ. ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നത് രാജുവേട്ടൻ്റെ പൃഥ്വിരാജ് സുകുമാരൻ്റെ ക്യാമിയോ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അതൊരു അടിപൊളി ഒരു സംഭവമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജുവേട്ടനെ ക്യാമിയം കൂടെ ഉണ്ടെങ്കിൽ തിയേറ്റർ പൂരപ്പുറമാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അല്ലെങ്കിൽ എല്ലാ ഇതും ട്രെയിലറിൽ നല്ല സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട്. ട്രെയിലറിലേക്ക് വരുമ്പോൾ ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ദേവാലയം, അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥ, ഒരു വില്ലേജിലെ ഒരു ദേവാലയം, അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥ. അത് പേര് തന്നെ അങ്ങനെയാണല്ലോ, പള്ളിച്ചട്ടമ്പി. അപ്പോൾ പള്ളിയുമായിട്ടും ബന്ധപ്പെട്ട ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വില്ലേജ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കഥ, പിന്നെ നായകനും നായികയും തമ്മിലുള്ള റൊമാൻസ് കാര്യങ്ങൾ, പിന്നെ വില്ലന്, അങ്ങനെ നീണ്ടും ബാബുരാജുണ്ട്. അങ്ങനെ നീണ്ട കാസ്റ്റിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയുള്ളൊരു സ്റ്റോറി ലൈനാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ സംവിധായകൻ ഡിജോ ജോസ് ആൻ്റണിയാണ്. ഇതിനെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ജാക്സ് വിജയാണ്. ഓൾറെഡി പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നു. കാട്ടുചെമ്പം എന്നുള്ള പാട്ടൊക്കെ വൻ തരംഗമായിരുന്നു. ഇപ്പോൾ ടൊവിനോയ്ക്ക് എല്ലാ വർഷവും നല്ല പാട്ടുകൾ കിട്ടുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. ഏതായാലും വിഷുദിനത്തിന് അല്ലെങ്കിൽ ഏപ്രിൽ 15 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. പള്ളിച്ചട്ടമ്പി നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് ട്രെയിലർ കണ്ടപ്പോൾ. അപ്പോൾ ടൊവിനോയുടെ മറ്റൊരു മാസ് സിനിമയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണെന്ന് തോന്നുന്നു. ഇതിലെ കോസ്റ്റ്യൂമും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കണ്ടിട്ട്, പോലീസ് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കഥ, ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ആ ഒരു സ്റ്റോറി ആയിട്ടാണ് ഇത് ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നത്. മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത്തരം സിനിമകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നതും മറ്റൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് വാഴാത്തരംഗം, വാഴ 2 ഒക്കെ അടിച്ച് തകർക്കുകയാണ് തിയേറ്ററുകളിൽ. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെ ഇത് ജനങ്ങൾ ഏറ്റെടുക്കുമെന്നതും മറ്റൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം ഇതിൻ്റെ റിലീസ് മാറ്റിയതിന് പിന്നിൽ പൊളിറ്റിക്കൽ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അറിയില്ല. ഏതായാലും സിനിമ ഇറങ്ങുമ്പോഴേ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറയാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു കോൺട്രവേഴ്സിയായി മാറാനും അത് ചിത്രത്തിന് ഫ്രീ പ്രൊമോഷൻ ആകാനുമുള്ള ചാൻസും കാണുന്നുണ്ട്. ഏതായാലും ടൊവിനോയൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലും പോയി ചിത്രത്തെ പ്രൊമോട്ട് ചെയ്തിരുന്നു. ഒരുപാട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലൊക്കെ നിരവധി ഇൻ്റർവ്യൂവും കാര്യങ്ങളും അദ്ദേഹം കൊടുത്തിരുന്നു, കൈത് അടക്കം. ഏപ്രിൽ 15 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ഏതായാലും പാട്ട് വൻ തരംഗമായി കഴിഞ്ഞു, പടവും വൻ തരംഗമാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.